ഇത് കണ്ടോ ഗായ്സ്, കണ്ടോ ഒരു പച്ചമുളകാണേ. ഇതൊരു വെറൈറ്റി കൊല്ലയാണ്. കണ്ടോ ഇതെല്ലാം കണ്ടോ, ഒരു പച്ചമുളകിൻ്റെ വലുപ്പം കണ്ടോ. ഇത്രയും വലിയ പച്ചമുളകാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വറ്റൽമുളക് വാങ്ങിച്ചപ്പോൾ ആ വറ്റൽമുളക് വലിയ വറ്റൽമുളക് ഇത്രയുണ്ട്. അതിൻ്റെ അരിവായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും തന്നെ വലിയ പച്ചമുളക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കണ്ടോ, ഇത് നല്ല വലുതായിട്ടുണ്ട്. പിന്നെ ഞാൻ സുഡോമോണസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതായിട്ട് ഇപ്പം നല്ല കിളിപ്പോടെയും നല്ല തളിപ്പോടെ വന്നിട്ടുണ്ട്. പിന്നെ പയറിനൊക്കെ അതെ മുളക് ചില്ലിയൊക്കെ വെച്ച് കൊടുത്ത് ഗായ്സ് കണ്ടോ. ഇനിയും കുറേ വിത്തുകളും രോഗായുകളും ഒക്കെ ഇനിയും വാങ്ങിക്കണം. വാങ്ങിച്ചില്ല, കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. വിത്തുകളൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി രോഗായുമൊക്കെ വാങ്ങിക്കാനും കണ്ടോ. അങ്ങനെ പിന്നെ പാവലിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ കോവലും നട്ടിട്ടുമുണ്ട്. കോവൽ ഇതുണ്ട്, തക്കാളി വഴുതന. എനിക്കിത് കാണാനുള്ള ഭംഗിയുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇത് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇത് കൂട്ടാനൊന്നും വെച്ചിട്ട് കണ്ടോ. പിന്നെ കോവലൊക്കെ നട്ടതൊക്കെ കിളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ മത്തയും ഒക്കെയാണ്. നമ്മുടെ പണ്ടത്തെ ആ നല്ല കറിവേപ്പൊക്കെ പോയി. അതൊക്കെ ഭയങ്കര ഒരു കഥയായി. അതൊക്കെ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വേറെ നട്ടേ പറ്റുള്ളൂ. നല്ല രീതിയിൽ വന്നായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി വിട്ടിട്ടുള്ളതാണേ. ഇത് കണ്ടോ, ഒരു പഴയ ഒരു തക്കാളി ചെടിയായിരുന്നേ. പക്ഷേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇപ്പം അത് കണ്ട് പോയതാണ് കണ്ടോ, സംഭവം പോയതാണ്. പക്ഷെ അവത്ത് എൻ്റെ ചോട്ടിൽ നിന്ന് വേറെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പൊട്ടിക്കിളിച്ച് ശരിയാകുന്നേ ആകട്ടെ. പിന്നെ ഈ പടന്ന് കിടക്കുന്ന നമ്മുടെ മധുരക്കിഴങ്ങാണേ കണ്ടോ. ഇതാണല്ലോ ഗായ്സ്, ഇത് പണ്ട് നാട്ടിയിരുന്ന ഒരു മുളം തൂണായിരുന്നു, വല വലിച്ചു കെട്ടാനേ. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ചെല്ലി എന്തോ ഒരു സാധനം ഉണ്ട്. അതുകൊണ്ട് ഇനി ഇതെടുത്തിനി കളയണം. ഈ കമ്പിനി ഊരി കളയണം. ഇതിനകത്ത് കണ്ട് ഇങ്ങനെ കണ്ടോ, അവിടെ ഇങ്ങനെ താഴെ കിഴുത്തോണ്ട് ഇങ്ങനെ ഒത്തിരി ഓട്ടയുണ്ട്. അതിനകത്ത് എന്തോ ഒരു ചെല്ലി കൂട്ട് ജീവിയുണ്ട്. അതിനെ ഇനിയും എടുത്ത് കളയണം. ചെല്ലിയാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇത് മുളയോട് ഈ കമ്പോട് ഇനി എടുത്ത് കളയണം. അന്നേരം ഇനിയും നമ്മുടെ കൃഷിത്തോട്ടം ഒത്തിരി വികസിപ്പിക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല. അന്നേരം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല നല്ല കമൻറ്റ്സ് തരണം. അന്നേരം ഓക്കെ, ബൈ.